ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അറ്റംപ്റ്റ് നടത്തുമ്പോഴേക്കും എല്ലാവരും കൂടിയിട്ട് വേണ്ട വിൻചേജി ശബ്ദം കേൾക്കട്ടെ, ഇത് എന്തൊരു ഷോട്ടാണ്, ഒരു മ്യൂസിക് മാത്രമുള്ള ഷോട്ട് വേണ്ട, ഇങ്ങനെയൊക്കെ ആയാലോ മക്കളെ. ഓരോരുത്തർ വെറുതെ മ്യൂസിക് ഇട്ടിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകണു. കഴിച്ചു കാണിക്കൂ വിൻചേച്ചി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വൃത്തിയായിട്ട് അത് അങ്ങോട്ട് ഡെലീറ്റ് ചെയ്തു. എത്ര കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവെന്ന് വിചാരിച്ച് എഡിറ്റ് ചെയ്തതാണെന്ന് അറിയോ? ശരി പോട്ടെ, ഓരോരുത്തർക്ക് ഓരോ ചാനലിലും ഓരോ പ്രത്യേകത ഉണ്ടാവും. എൻ്റെ ആൾക്കാർക്ക് ഇഷ്ടം മുഴുവൻ ഞാൻ സംസാരിക്കുന്നതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ വർക്കിംഗ് വുമൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ പുറമേ പോയി പഠിക്കുകയാണ്, അവർക്ക് എന്തെങ്കിലും കൊടുത്തയക്കണം, അല്ലെങ്കിൽ അവരൊരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്, അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുള്ള ഫീലിംഗ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ വിഷമിക്കേ വേണ്ട. ഇതുപോലുള്ള സ്റ്റുഡൻറ് റെസിപ്പീസ് ആണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആ സ്റ്റുഡൻറ് റെസിപ്പിയിൽ ആദ്യം ഘനഗംഭീരമായിട്ടുള്ള കാര്യം തന്നെ ഇടാന്ന് വിചാരിച്ചു. നല്ല അടിപൊളി തലപ്പാക്കട്ടി സ്റ്റൈൽ ബിരിയാണി. അതില് മെയിൻ പ്രത്യേകതയായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ഉള്ളി പോലും മുറിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മക്കൾക്ക്. ഇല്ലെങ്കിൽ ഒരു വർക്കിംഗ് വിമൺ ആയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒന്നും നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോ ഞാൻ ചിക്കനിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു മഷ്റൂമിൽ ചെയ്യാം, മുട്ടയിൽ ചെയ്യാം, പനീറിൽ ചെയ്യാം. പ്രോസസ് സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ ഉള്ളി, തക്കാളി, പച്ചമുളക്, നമ്മുടെ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ ഒന്നും തന്നെ ഞാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞാലോ? യെസ്, അങ്ങനെയുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ട്. വളരെ നല്ല പ്രോഡക്റ്റ് തന്നെയാണ്. ഇതൊരു പ്രോഡക്റ്റ് റിവ്യൂ അല്ല, എനിക്ക് അവരുടെ അടുത്ത് നിന്ന് പൈസയും വാങ്ങിച്ചിട്ടില്ല, ഞാൻ ഒരു സംഭവവും ചെയ്തിട്ടില്ല. ഇത് വീട്ടിൽ ഉണ്ടാക്കുന്ന ഈ ഒരു കാര്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പൊ ദുബായിൽ ഇത് എവിടെ കിട്ടും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് നമുക്ക് തമിഴ് എന്ന് പറയുന്ന കരാമയിലുള്ള തമിഴ് എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിൽ, പെരുമാൾ സൂപ്പർ മാർക്കറ്റിൽ എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് വാങ്ങിക്കാം. ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് നാട്ടിലും കിട്ടുന്നുണ്ട്, പല ബ്രാൻഡിലുമാണ് കിട്ടുന്നത്. ഇതേ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നാട്ടിൽ ഒരുപാട് വെറൈറ്റി കിട്ടുന്നുണ്ട്. മക്കൾക്ക് ഇതെല്ലാം വാങ്ങിച്ചു കൊടുത്തയക്കുക. ഒരു പെട്ടിയില് ഇത് നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തയക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനത്തെ ഉള്ള പല കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ എവിടെയാണോ നിങ്ങൾ താമസിക്കുന്നത് അവിടുന്ന് നിങ്ങൾ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് ഭയങ്കര ഹാൻഡി ആയിരിക്കും. വരൂ നമുക്ക് കാണാം ഒരു സ്റ്റുഡന്റ് സ്റ്റൈലിലുള്ള തലപ്പാക്കട്ടി ബിരിയാണി. അപ്പോൾ നമുക്ക് തുടങ്ങാം. കുക്കറിൽ ഒരു 1-2 സ്പൂണ് നെയ്യ്, എണ്ണ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഇട്ടോളൂ. ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, മട്ടൺ ആണെങ്കിൽ മട്ടൺ, മുട്ടയാണെങ്കിൽ മുട്ട, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതേ പ്രോസസ്സിൽ ചെയ്യാം. നേരിട്ട് നെയ്യിലേക്ക് ഒന്നും തന്നെ ഇടാണ്ട് ഇതിലേക്ക് അതിനെ ഇടാനാണ് അവർ പറയുന്നത്. ഇതിൽ ചെറിയൊരു വ്യത്യാസം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ എക്സ്പീരിയൻസിൽ ഞാനായിട്ട് ചെയ്യാൻ തുടങ്ങിയ ഒരു കാര്യമാണ്. ഇതിലേക്ക് ചിക്കനിലേക്ക് ലേശം ഉപ്പും പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ ചിക്കനിൽ കുറച്ചും കൂടി നന്നായി പിടിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സ് അവർ പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാനായിട്ട് ചെയ്യാൻ തുടങ്ങിയ ഒരു കാര്യമാണ്. അപ്പോൾ ഇതുവരെയ്ക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. വെറുതെ നെയ്യിൽ ഇതങ്ങോട്ട് വഴറ്റുക. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് വീര എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ദിണ്ടുക്കൽ ബിരിയാണി മിക്സ് ആണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വീര എന്ന് പറയുന്ന ബ്രാൻഡാണ്. ദുബായിൽ വീരയിലും കിട്ടുന്നുണ്ട്, ആച്ചിയിൽ കിട്ടുന്നുണ്ട്, ഒരുപാട് വെറൈറ്റിയിൽ കിട്ടുന്നുണ്ട്. നാട്ടിലും ഇതേപോലെ പല വിധത്തിലും വെറൈറ്റിയിലും കിട്ടുന്നുണ്ട്. ദിണ്ടുക്കൽ ബിരിയാണി മിക്സ് എന്ന് പറയുന്നത് ഇനി മുതൽ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ. ഒരു ഉള്ളി പോലും നമുക്ക് മുറിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് അതിൻ്റെ ആ സത്യം. ഈ ഒരു മിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ കംപ്ലീറ്റ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. വീട്ടിൽ പെട്ടെന്ന് ഒരാൾ വന്നു, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര മടിയാണ്, എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ കഴിക്കാൻ തോന്നി, ഇല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവരുടെ മുമ്പിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ബിരിയാണി മിക്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ. അതും പ്രത്യേകിച്ചിട്ട് ദിണ്ടുക്കൽ ബിരിയാണി ഓസമായിട്ടുണ്ട്. അപ്പോൾ തുടങ്ങാം. അപ്പോൾ അച്ഛ ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന വിവരം പറയുന്നു. അച്ഛ അവർ പറയണത് ചിക്കൻ നെയ്യിലേക്ക്, അവർ ഓയിലാണ് പറയണത്, ഞാൻ നെയ്യ് എടുത്തു. ഒരു കാര്യം അവർ പറയാത്തത് ഞാൻ സ്വയം ചെയ്യണത്,
ഇതിലേക്ക് മുളക് പൊടിയും ലേശം ഉപ്പും ഇട്ടിട്ടാണ് ഞാൻ വഴക്കണത്. അവർ വെറുതെ ഇട്ടിട്ടാണ് ചെയ്യാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ എനിക്ക് ചിക്കനിലൊന്ന് പിടിക്കണം എന്നുള്ളതിന് വേണ്ടി മാത്രം. ഇനി നമ്മൾ ഈ അവരുടെ മിക്സ് ഇതിലെല്ലാം ഉണ്ട്. അത്ര ഉള്ളി മുറിക്കണ്ട, നമുക്കൊന്നും മസാല വഴറ്റണ്ട, എല്ലാം ഉണ്ട് അത്ര. അപ്പോൾ നമുക്കിത് പൊട്ടിച്ചങ്ങോട്ട് വയ്ക്കാം. കണ്ടോ, ഒരു നേരം കൂട്ടാനായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാൻ തോന്നും. പക്ഷേ നല്ല മണം, സൂപ്പർ. ഇനി ഇത് നന്നായിട്ട് വഴറ്റാം. മറ്റേതും കൂടി ഇടണം, എന്നാലേ കറക്റ്റ് ആവുള്ളൂ നമ്മുടെ 1.5 ഗ്ലാസ് അരിക്ക്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് മസാല ഉണ്ടാവുക. ഈ മസാല നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് ചിക്കനിൽ ഇളക്കുക. അപ്പോൾ ഇളക്കിക്കോളും. ഒരാൾ അടുക്കളയ്ക്കേ വന്നിട്ടില്ല. ആരെന്ന്? അമ്മ. ബന്ധേ ഇല്ല. ഓക്കെ, കണ്ടോ? ഇനി ഇത് നന്നായിട്ട് ഇതിൽ കിടന്ന് നന്നായിട്ട് ആവണം. ഈ ചിക്കൻ നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. ബാസ്മതിയോ ജീരാശാലയോ. പക്ഷെ ദിണ്ടുക്കൽ ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്ക് ജീരാശാലയെ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ആവട്ടെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പണിയുണ്ടോ? ഒന്നുമില്ല. മടിച്ച് കോതകളാണെങ്കിൽ പോലും നമുക്കിത് ഉണ്ടാക്കാം. കണ്ടോ, മസാല എല്ലാം, പുതിന തൊട്ട് എല്ലാം അതിൽ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മണം വരുന്നുണ്ട് ബിരിയാണിൻ്റെ. നമ്മൾ ഈ മസാലയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വരുന്ന മണമല്ലേ, അത് വരുന്നുണ്ട് ഇപ്പോൾ. ഇനി നമുക്ക് ജീരാശാല അരി ഇടാം. ഇവിടെ ജീരാശാല അരിയാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വാർത്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം. പക്ഷെ മട്ട അരി അങ്ങനെയൊന്നും എടുക്കരുത്. ബിരിയാണിക്ക് വേണ്ട അരി ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ് ഇതാ, ഈ ഒരു വലിയ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തോളൂ വെച്ചോ. എത്ര എളുപ്പമല്ല വെച്ചാൽ, ഒരു സാധനം നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അതെന്നെ പറയണം. നല്ല ഗമ 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 ഗമാന്ന് മണം വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ആ 1.5 ഗ്ലാസ് അരിക്ക് ഞാൻ കറക്റ്റായിട്ട് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ ഞാൻ 1.5 ഗ്ലാസ് അരിയുടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഉപ്പ് നോക്കണം. നിങ്ങൾക്ക് എരിവ് വേണം എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എനിക്കെല്ലാം കറക്റ്റായിട്ടുണ്ട്. അച്ഛന് നോക്കൂ, ഇനി എരിവ് വേണമെങ്കിൽ. എനിക്ക് എരിവും കറക്റ്റാണ്, ഉപ്പും കറക്റ്റാണ്. ചോറിൽ പിടിച്ച് വരുമ്പോൾ പോരെ, എരിവും മതിയല്ലേ, എല്ലാം മതിയല്ലേ, കറക്റ്റായിട്ടല്ലേ. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട്, നിങ്ങൾ എങ്ങനെയാണോ കുക്കർ അടച്ചു വെച്ചിട്ട് ചെയ്യാറുള്ളത് അത് നിങ്ങളുടെ ചോയ്സ്, നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ വിസിലിടാറില്ല. വിസിലിടാതെ അടച്ചു വെക്കും, ഫുള്ളിൽ വെക്കും. ആവി വന്നതിന് ശേഷം വിസിലിട്ടിട്ട് 10 മിനിറ്റ്. ഇതാണ് എൻ്റെ കണക്ക്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ചിലവർ ചീറ്റിക്കും, വിസിലടുപ്പിക്കും. അതൊക്കെ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ ചെയ്തോളൂ. അപ്പോൾ വിസിലൊക്കെ കറക്റ്റായിട്ടുണ്ട്. തിരക്കലാമ തലപ്പാക്കട്ടി ബിരിയാണി പാരുങ്കോ. സൂപ്പർ. ഇനി പതുക്കെ ഇളക്കി കൊടുക്കാം. നല്ല ചൂടുണ്ട് ഉണ്ടോ. ഇതെല്ലാം സൂപ്പറായിട്ടുണ്ട്. ഞാനൊന്ന് പതുക്കെ ഇളക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതൊന്നും അവർ പറയുന്നതല്ല, ഇത് നമ്മൾ ചെയ്യുന്നതാണ്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് കൊട്ടാം. സൂപ്പർ. ലേശം നെയ്യ് ഒഴിക്കുക, ഒരു ലെയർ ഇട്ടിട്ട്. ഇതൊക്കെ ചോയ്സാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമുക്കൊരു പ്രശ്നമില്ല, ചെയ്യണം എന്നൊരു നിർബന്ധവും ഇല്ല.
അവരത് പറഞ്ഞിട്ടുമില്ല. പക്ഷെ നമുക്ക് കുറച്ച് ആ ഒരു ഫ്ലേവർ ആക്കാൻ വേണ്ടിയിട്ട് ഇനി ബാക്കിയുള്ളത് നമുക്ക് കൊട്ടാം. ബാക്കിയുള്ളത് കൊട്ടിക്കൊള്ളാം. അമ്മ ഉള്ളി മുറിക്കണ്ട, പ്രശ്നമില്ല. സൂപ്പർ. ഒരാൾ വരണോ വെക്ക് ചടാന്ന് പണി ചാട്ടാന്ന് പണി ഇല്ലെങ്കിൽ എന്താണ്. എവിടെ അമ്മ? അമ്മ ബിരിയാണി ഉണ്ടാക്കുന്നത്. സൂപ്പർ. ഇനി അടുത്ത കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഒപ്പിളക്കി വെച്ചാൽ അടുത്തതും കൂടി ആക്കി കൊടുക്കും. യെസ്. ഇനി ഒന്ന് ഒപ്പാക്കി ബിരിയാണിയുടെ മുകളിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് വെച്ചാ ആയി വിട്ടത് മക്കളെ, ആയി വിട്ടത്. ബിരിയാണി എന്ന് പറയുന്നത് ഒരു വികാരമാണ് മക്കളെ. സൂപ്പർ. വാ, കമാൻ, സെർവ് ചെയ്യാം. അപ്പം നമുക്ക് സെർവ് ചെയ്യാം. ദിണ്ടുക്കൽ ഇൻസ്റ്റൻറ്റ് ദിണ്ടുക്കൽ തലപ്പാക്കട്ടി ബിരിയാണി. ചൂടോടെ ആ ഇലയിൽ ബിരിയാണി വീഴുമ്പോൾ ചുറ്റും ഒന്നും കാണാൻ പറ്റില്ല സാറേ എന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പോൾ അവസ്ഥ. വാവ്, ദാറ്റ് ഈസ് ഓസം. ഇനി നമുക്ക് അവരുടെ സ്റ്റൈലിൽ തന്നെയുള്ള തൈര് പച്ചടി വിളമ്പാം. പിന്നെ മല്ലിയില, അമ്മയുടെ സ്പെഷ്യൽ മല്ലിയില ചമ്മന്തി. ആയിടുച്ച്. സൂപ്പർ. 12 ഡിസംബർ വരെ അച്ഛയുടെ സമ്മന്തി. അച്ഛ പിന്നെ ഈ സമ്മന്തി മാത്രമേ കൊടുക്കൂ. ഓക്കെ, കഴിക്കൂ, എല്ലാവരും കഴിക്കൂ. ഇനി ഒരു ടെൻഷനും ഇല്ല. എനിക്ക് ഇത്രയൊന്നും വേണ്ടിട്ടോ. എനിക്ക് ഒന്നാമത്തെ കാര്യം ചിക്കൻ ഇത്രയൊന്നും ഞാൻ കഴിക്കില്ല. എന്താ ചാ അഭിപ്രായം? വാങ്ങിക്കൊണ്ട് പോവല്ലേ നല്ല? നാട്ടിൽ കിട്ടുന്നുണ്ട് അച്ഛാ, നാട്ടിൽ കിട്ടുന്നുണ്ട്. ആച്ചടിയും വരുന്നുണ്ട്, ഈ ബ്രാൻഡും വരുന്നുണ്ട്. ടിവിയിലും അങ്ങനെ സൺ ടിവിയിലൊന്നും ഞാൻ ഇനിയിപ്പോൾ കാണിച്ച അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടില്ല. സൂപ്പർ. തോന്നുന്നു അല്ലേ? നമുക്ക് ബിരിയാണി കഴിക്കാം. സൂപ്പറാപ്പാ. ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദിണ്ടുക്കൽ തലപ്പാക്കട്ടിയുടെ മത്തനാട്ട് എന്താണ് മത്തനാട്ട് സുവയെല്ലാമേ ഒത്ത നേരം ഉടയ പോലെ നമ്മ ഊര് സുവയെ പെത്ത ആത്താ തന്ത പാല പോലെ എന്നോ അങ്ങനെ എന്തോ ആണ്. അത് ബിരിയാണി. പക്ഷേ ഇത് ജീരകസമ്മനായതുകൊണ്ടാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത്. മറ്റേതാകുമ്പോൾ സമ്മതി കൂട്ടി കഴിക്കൂ. അതാണ് അച്ഛൻ്റെ സ്പെഷ്യലാണ്. ബാച്ചിലേഴ്സ് ദയവ് ഇത് വാങ്ങിയിട്ട് നിങ്ങൾ പൊക്കോളിൻ മക്കളെ. ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല, അത്രേ എനിക്ക് പറയാനുള്ളൂ. പഠിക്കാൻ പോണ കുട്ടികളാണെങ്കിലും അമ്മമാർ ദയവ് ഇത് അങ്ങോട്ട് കൊടുത്തയക്കുക. എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. Vinny's Kitchen.